നാടൻ രീതിയിൽ കിളിമീൻ കറി ഉണ്ടാക്കാം. 4 കിളിമീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കറിക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ. നമ്മളിതിൽ പുളി, ചീമപ്പുളി അഥവാ എരിമ്പൻ പുളി, അതാണ് ഇത് പുളിക്ക് ചേർക്കുന്നത്. നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പുളിയാണ്. ഇത് കീറി പീസാക്കി ചേർക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാനായി ഉലുവയുടെ പൊടി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു 20 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, 2 കറിവേപ്പില. കല്ലുപ്പാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത്. അതിനായി കല്ലുപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉണ്ടാക്കുന്നതിനായി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാം. ചട്ടി ഒന്ന് ചൂടാക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അതിനായി വെളിച്ചെണ്ണ നമുക്ക് സൈഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ശേഷം നമുക്ക് ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇളക്കി കൊടുക്കാം. ഉള്ളി ചതച്ചതും കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചെറുതായി നോക്കട്ടെ. എല്ലാം ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഈ ഓയിലൊന്ന് വഴലട്ടെ. ഇട്ടാനായി നമുക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. ഈ കറിയിൽ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. നാടൻ രീതിയിലുള്ള കറിയായത് കാരണം ഇതിന് കല്ലുപ്പാണ്. നാട്ടിലൊക്കെ എല്ലാവരും കല്ലുപ്പാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് വഴലട്ടെ. വാടുമ്പോൾ ഈ സൈഡിലോട്ട് മാറ്റി മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഓയിലിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടി നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടിയാണ്. ഓയിലൊന്ന് മൂക്കട്ടെ. മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടയട്ടെ. തക്കാളി ഇത് നല്ലപോലെ ഉടയാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുടംപുളിക്ക് പകരമുള്ള ചീമപ്പുളി ചേർക്കാം. ഇതിനെ ഇരുമ്പിച്ചൻ പുളി എന്നൊക്കെ പറയും. ഈ നാടൻ രീതിയിലുള്ള കറിയായതുകൊണ്ട് ചീമപ്പുളിയാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതും ഇതോടൊപ്പം ഒന്ന് വഴറ്റാം.
വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വരട്ടെ. അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കും. എല്ലാം ഒരുവിധം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് കറി വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കണം. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. സമയം നമുക്ക് ഉപ്പും കൂടെ നോക്കാം. ഉപ്പ് കുറവാണ്. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. കറി ഒന്ന് തിളക്കട്ടെ. വരുന്നവരെ നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കിളിമീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയില്ല. ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വേവൊന്നുമില്ല ഇതിന്. ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് അടപ്പം തുറക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്നൊന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നു. അല്ലാതെ നമ്മൾ തൊട്ടാലും എല്ലാം പൊടിഞ്ഞു പോകും. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിം ആക്കാം. ലോ ഫ്ലെയിമിൽ വേകട്ടെ. അടപ്പൊന്ന് എടുക്കാം. കറിയൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ കറിക്ക് നമുക്ക് ചാറ് വേണം, ഗ്രേവി വേണം. ചാറ് നമ്മൾ ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. എന്നാൽ ലാസ്റ്റ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഒരു 2 കറിവേപ്പില, ഒരു ശകലം പച്ച വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഏകദേശം, എല്ലാം ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യും. പുളി ചേർത്ത കിളിമീൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇരുന്ന് കുറേ വറ്റും. ഫ്ലെയിം ഓഫ് ചെയ്യും. കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. അടപ്പൊന്ന് മാറ്റാം. കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.